ഇന്ന് മോർണിംഗ് ഷോയിൽ എനിക്കൊപ്പം രണ്ട് അതിഥികൾ ചേരുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യയുടെ MD ഓർവൽ ലയണലും അതുപോലെ ഇതേ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ അക്കാദമിക് വൈസ് പ്രസിഡന്റ് അവിനാഷ് കുളൂരുമാണ് നമുക്കൊപ്പം ചേരുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം വളരെയേറെ വിഖ്യാതമായ ഒരു സ്ഥാപനമായി ലക്ഷ്യ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ അവസരത്തിൽ ലക്ഷ്യയ്ക്ക് കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ഓർവൽ, നമസ്കാരം. നമസ്കാരം സാർ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ പ്രവർത്തനം തുടങ്ങി എത്ര കാലമായി? 15 വർഷമായി. അപ്പോൾ 15 വർഷം തികയുന്നതിൻ്റെ ഒരു ആവേശമുണ്ട്. അതെ, 15 വർഷം തികയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിനിടയിലാണെന്ന് തോന്നുന്നു ഈ ഇതിന് വലിയൊരു വളർച്ച ലക്ഷ്യമുണ്ടായിരിക്കും. അതെ അതെ, ശരിയാണ്. കഴിഞ്ഞ കോവിഡിന് ശേഷമാണ് ലക്ഷ്യ പാൻ ഇന്ത്യയിലേക്ക് വിപുലീകരിച്ചത്. അതുകൂടാതെ നമ്മൾ GCC കൺട്രിയിലേക്ക് വ്യാപിപ്പിച്ചത്. വിദേശത്തൊക്കെ ഉണ്ട്. അതായത് GCC കൺട്രിയിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആഫ്രിക്കൻ കൺട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാൻ ഇന്ത്യയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ 6 ക്യാമ്പസുകളാണുള്ളത്. കേരളത്തിൽ കൊച്ചിയിൽ ക്യാമ്പസ് ഉണ്ട്. അതുകൂടാതെ തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ഇത്രയും സ്ഥലങ്ങളിൽ ക്യാമ്പസുകളുണ്ട്. 15,000 കുട്ടികൾ ഓഫ്ലൈനിൽ റെഗുലറായിട്ട് പഠിക്കുന്നുണ്ട്. 22,000-ഓളം കുട്ടികൾ ഇന്ന് ലക്ഷ്യയിൽ ഓൺലൈനിൽ പഠിക്കുന്നുണ്ട്. 37,000 കുട്ടികൾ പഠിക്കുന്ന വലിയൊരു സ്ഥാപനമായി ലക്ഷ്യ ഇപ്പോൾ വളർന്നു കഴിഞ്ഞു. അല്ല, ഈ നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണല്ലോ. അതെ അതെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ട് 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാകും. അതെ. അപ്പോൾ ഞാനിങ്ങനെ അത് ഇങ്ങനെ ശ്രദ്ധിച്ചു, എങ്ങനെ ലൈഫ് സെറ്റാകും? ഞാനിപ്പം 21 വയസ്സിൽ MD എന്നുള്ളതല്ലേ ചോദിക്കുക. സാർ, പൊതുവെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ +2-ന് ശേഷം ഒരു കുട്ടി എടുക്കുന്ന ഡിസിഷനാണ് ആ കുട്ടിയുടെ ലൈഫ് നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ കരിയർ എങ്ങനെ സക്സസ്ഫുൾ ആവും എന്ന് നിർണ്ണയിക്കുന്നത്. പല കുട്ടികളും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ +2-ന് ശേഷം ഒരുപാട് ഫാക്ടേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യാതെ ഒരു ട്രെൻഡ് അനുസരിച്ചോ അല്ലെങ്കിൽ ഒരു പരമ്പരാഗത രീതിയിലോ ഒരു കോഴ്സ് അങ്ങ് ചൂസ് ചെയ്യും. അവരങ്ങനെ അതിനകത്ത് വലിയൊരു മനസ്സപ്ലൈ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? കേരളത്തിൽ പ്രത്യേകിച്ചും ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നില്ലേ? അതെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പം 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയാം. ഒന്ന്, കുട്ടി സ്കോപ്പ് ശ്രദ്ധിക്കണം. 2, കുട്ടി ആ കോഴ്സിന്റെ ഒരു സാലറി പൊട്ടൻഷ്യൽ, സ്റ്റാർട്ടിംഗ് സാലറി എത്ര കിട്ടുന്നുള്ളത് ഉറപ്പായിട്ടും അന്വേഷിക്കണം. അല്ല, നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഈ കുട്ടികളുടെ എംപ്ലോയ്മെന്റ് കൂടിയാണോ? തീർച്ചയായിട്ടും സാർ. അതാണ് 20 വയസ്സ് ലൈഫ് സെറ്റ് ആകുന്നത്. അതെ അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. 1, സ്കോപ്പ് കുട്ടി നോക്കണം. 2, കുട്ടി സാലറി കിട്ടുമോ നോക്കണം. 3, പ്രൊഫഷണൽ ഡിഗ്നിറ്റി നോക്കണം. 4, സ്റ്റഡി കോസ്റ്റ്, ആ കോഴ്സിന് എത്ര കോസ്റ്റ് വരും നോക്കണം. 5, ഡ്യൂറേഷൻ നോക്കണം. നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ലൈഫിൽ നേരത്തെ സെറ്റ് ആവുന്നുള്ളൂ. പക്ഷേ ലക്ഷ്യയിൽ പഠിപ്പിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ കുട്ടി പഠിച്ചാൽ +2 കഴിഞ്ഞ് 3 വർഷം കൊണ്ട്, ഫോർ എക്സാമ്പിൾ ACCA + BCom എന്ന് പറയുന്നൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് കുട്ടി ക്വാളിഫൈഡ് ആവും. ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ അല്ലെങ്കിൽ ബിഗ് 4 കമ്പനിയിൽ കുട്ടിക്ക് മിനിമം ഒരു 60,000-70,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി. ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ ഓർവൽ, അതായത് ഈ 2 കോഴ്സുകൾ ഒന്നിച്ച് പഠിക്കുന്നത് നിയമപരമായി അനുവദനീയമാണോ? ഏതെങ്കിലും സർവകലാശാലകളിൽ അതങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും. NAC A++ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ലക്ഷ്യ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ACC അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള പ്രോപ്പർ ടൈപ്പിൽ പ്രോപ്പർലി എക്സ്ക്ലൂസീവായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത പ്രോഗ്രാമുകളാണ് ലക്ഷ്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ACCA + BCom, ACCA + CMA USA, BCom + ACCA, BCom + CMA USA, അതുകൂടാതെ മറ്റെല്ലാ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളും ലക്ഷ്യയിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കോഴ്സ് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? നേരിട്ട് പഠിപ്പിക്കാനോ? രണ്ടായിട്ടും പഠിപ്പിക്കാം. അതായത് ഓഫ്ലൈൻ ആണ് +2 കഴിഞ്ഞ കുട്ടികൾ, റെഗുലർ ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഓഫ്ലൈൻ ആണ് ചൂസ് ചെയ്യുക. കാരണം ലക്ഷ്യയുടെ ക്യാമ്പസ് എക്സ്പീരിയൻസ് ആണ് ലക്ഷ്യയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഇന്റർനാഷണൽ ഫെസിലിറ്റി ഉള്ള, ഇപ്പം വൈറ്റിലിൽ പുതിയ ക്യാമ്പസ് വന്നിട്ടുണ്ടാവും. അതായത് അതൊരു വിദേശ സർവകലാശാലയെ വെല്ലുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ തവണ 5 പുതിയ ക്യാമ്പസുകൾ ലക്ഷ്യം ലോഞ്ച് ചെയ്യുകയാണ്. കേരളത്തെ, അതായത് കൊച്ചിയെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏകദേശം 6,000 കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന 2 ക്യാമ്പസുകളാണ് കൊച്ചിക്ക് വേണ്ടി ലക്ഷ്യ ഒരുക്കിയിരിക്കുന്നത്. എടപ്പള്ളിയിൽ 1,00,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ് പ്രൊഫഷണൽ ക്യാമ്പസ് അടുത്ത മാസം ലോഞ്ച് ചെയ്യും. അതുകൂടാതെ മറ്റ് നഗരങ്ങളിലും സമാനമായ ക്യാമ്പസുകൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 മാസത്തിൽ എല്ലാ ക്യാമ്പസുകളും ലോഞ്ച് ചെയ്യും. ക്യാമ്പസിന്റെ വലിപ്പം കൊണ്ട് ഞെട്ടിക്കും. വലിപ്പം കൊണ്ട് തീർച്ചയായും ഞെട്ടിക്കും. ഓക്കെ, നമുക്ക് ഇപ്പോൾ അവിനാഷ് കുളൂര് കൂടി നമുക്കൊപ്പം ചേരുന്നു. ലക്ഷ്യയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അവിനാഷ്, യഥാർത്ഥത്തിൽ നിങ്ങൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്നത്. എന്താണ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സാധാരണ വിദ്യാർത്ഥി ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ എന്താണ് ഇൻ്റഗ്രേഷൻ കൊണ്ട് മനസ്സിലാക്കേണ്ടത്? ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ BCom പഠിക്കുക, അതിനോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ
3 വർഷം കൊണ്ട് ഇവർക്ക് BCom-നൊപ്പം തന്നെ ACCA പോലുള്ള പ്രൊഫഷണൽ കോഴ്സ് പാസ്സാവാൻ പറ്റും. അതുപോലെ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് MBA-ക്കൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ACCA പോലെ കോഴ്സുകൾ പാസ്സാവാൻ പറ്റും. അതാണ് ഈ ഇൻ്റഗ്രേഷൻ ഉദ്ദേശം. അപ്പോൾ ഇവർ 2 കോഴ്സുകളായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഒറ്റൊരു കോഴ്സായിട്ട് രണ്ടും ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ് ശരിക്കും സ്റ്റുഡൻസിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയൊരു ടൈം പീരീഡിനുള്ളിൽ തന്നെ ഇവർക്കൊരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാവാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഒരു ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവിനാശ ഒരു കാര്യം, അതായത് ഒരുപാട് കൊമേഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ രാജ്യത്തുമുണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ലക്ഷ്യ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പല കാരണങ്ങളുണ്ട്. അതിൽ ഞാൻ ക്യാമ്പസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാണ്ട് മെയിനായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു അക്കാഡമിക് റിസർച്ച് ടീമും നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു അക്കാഡമിക് സിസ്റ്റം ഉണ്ട്. അതിനോടൊപ്പം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 20 പരം ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അക്കാഡമിക്സിന് കണക്റ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവരെല്ലാം. ഇപ്പോൾ IIMs എന്നൊക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്നൊക്കെ വരുന്ന അക്കാഡമിക് അഡ്വൈസേഴ്സ് ആണ് ലക്ഷ്യയിലുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർക്ക് ആവശ്യമുള്ള എക്സാംസ്, ഇവർക്ക് ആവശ്യമുള്ള പ്രോപ്പറായിട്ടുള്ളൊരു എന്താ പറയുക റുട്ടീന്, ഇവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ഇവർക്ക് വരുന്ന വാല്യൂ എഡീഷൻ സർട്ടിഫിക്കേഷൻസ്, ഇവരെല്ലാ കരിക്കുലം അടക്കം പ്രോപ്പർലി ഡിസൈൻ ചെയ്ത് ഈ പറയുന്ന കാലഘട്ടത്തിൽ എന്താണ് ആവശ്യം അതിനനുസരിച്ചുള്ള ഒരു റിസർച്ച് ടീം. പിന്നെ നമുക്കൊരു ഫാക്കൽറ്റി ട്രെയിനിങ് അക്കാഡമി ഉണ്ട്. നമ്മളെല്ലാ ഫാക്കൽറ്റീസിനെയും ട്രെയിൻ ചെയ്ത് പ്രോപ്പർ റിവ്യൂ എടുത്ത് അവരെ പ്രോപ്പർലി എക്യുപ്പ് ചെയ്ത ശേഷം മാത്രമേ ക്ലാസ്സിൽ നമ്മൾ പ്രവേശിപ്പിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വേറൊരു കോച്ചിങ് സെൻറ്റേഴ്സിനോ അല്ലെങ്കിൽ ഇതുപോലെ കോച്ചിങ് സെൻറ്റേഴ്സിന് ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു അവിനാശ്. നല്ല ഇൻഫർമേഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് താങ്കളുടെ വളരെ ഹാർഡ് വർക്ക് ചെയ്താണ് ഈ സ്ഥാപനം ഈ ലെവലിൽ കൊണ്ടുവന്നത്. നമ്മൾ ഒന്നിച്ച് സഞ്ചരിക്കുകയായിരുന്നു പലപ്പോഴും. ഫ്ലവേഴ്സും 24 ഒക്കെ താങ്കളുടെ കൂടെ ഉണ്ട്, നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. അതിനിടയിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രമല്ലല്ലോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഓർവെലിൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നല്ല മാർക്കറ്റുണ്ട്. തീർച്ചയായിട്ടും എക്കണോമിക്സിനും കൊമേഴ്സിനും ഒക്കെ ഒരു പുതിയ മാർക്കറ്റ് തന്നെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അവരുടെ ഒരു ബെനിഫിഷ്യറി എന്നുള്ള നിലയിൽ അവരെ എങ്ങനെയാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്? അവരെ ഏത് രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതായത് ലക്ഷ്യയുടെ മിഷൻ തന്നെ ഒരാളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. അതായത് വളരെ സാധാരണക്കാരായ കുട്ടികളാണ് ലക്ഷ്യയിൽ പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും. അപ്പോൾ ഏതൊരു സാധാരണക്കാരനായ കുട്ടിക്കും പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ് കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ്. അപ്പോൾ ലക്ഷ്യയിൽ വന്നാൽ അവർ അടിമുടി ട്രാൻസ്ഫോം ചെയ്യപ്പെടും. അതായത് 21-ാമത്തെ വയസ്സിൽ തന്നെ നല്ലൊരു ജോലി ലഭിച്ച് അവർക്ക് അവരുടെ ലൈഫ് സെറ്റാക്കാൻ പറ്റുന്ന മാത്രമല്ല അവരുടെ ഫാമിലിയും കൂടെ അവർക്ക് രക്ഷിക്കാൻ വേണ്ടി. ഇങ്ങനെ ലൈഫ് സെറ്റായ ഒരുപാട് ആൾക്കാരുണ്ടോ? സാർ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ 21 വയസ്സിൽ പഠിച്ചു കഴിഞ്ഞ് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് കമ്പനികളിൽ നല്ല പൊസിഷനിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വിഷൻ നമ്മുടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം സാർ, അതായത് കുട്ടികൾ, അതായത് ടു ട്രാൻസ്ഫോം ലൈഫ് ത്രൂ ക്വാളിറ്റി, അഫോർഡബിൾ ആൻഡ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഇതാണ് ലക്ഷ്യയുടെ വലിയ വിഷൻ. അതായത് കേവലം ഒരു ജോലി ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, ഇത് ശരിക്കും ഒരു നാഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. സാറിനറിയാലോ, കാരണം ടാക്സ് ആണ് നമ്മുടെ കൺട്രിയുടെ ഏറ്റവും വലിയ വരുമാനം. അതായത് ഈ ബിസിനസ്സുകളെയൊക്കെ ടാക്സ് അടയ്ക്കാൻ പ്രാപ്തമാവുന്ന രീതിയിൽ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി ഈ ഫിനാൻസ് പ്രൊഫഷണൽസിന് പറ്റും. അപ്പോൾ കേവലം ഒരു ജോലി സാധ്യത ഉണ്ടാക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിലേക്ക് വലിയ കോൺട്രിബ്യൂഷനാണ് ലക്ഷ്യം നൽകുന്നത്. അത് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടേക്കും അങ്ങനെ തുടരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ തുടരുമെന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മൾ ഈ ചെറിയ അവസാനിപ്പിക്കുമ്പോൾ താങ്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? ലക്ഷ്യയിലേക്ക് ഇതിൻ്റെ അമരത്ത് വരുന്നതിന് മുമ്പ് താങ്കൾ എവിടെയായിരുന്നു, എന്തായിരുന്നു പരിപാടി? സാർ, ഞാൻ വയനാടാണ് എൻ്റെ വീട്. അവിടുന്ന് ശേഷം ഡിഗ്രി പഠിച്ചു. അതിനുശേഷം ഞാൻ 21 വയസ്സിൽ തന്നെ ലക്ഷ്യം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 15 വർഷം. താങ്കൾ 21 വയസ്സിലാണ്? അതെ. അതാണ് 21 വയസ്സിൽ ലൈഫ് സെറ്റാക്കിയ ഒരു ഉദാഹരണം മറ്റുള്ളവരെ സെറ്റാക്കാൻ. എന്റെ ലൈഫ് സെറ്റായിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. ആദ്യത്തെ വർഷങ്ങളിൽ വളരെ ഹാർഡ് വർക്ക്, ക്ലേശകരമായിരുന്നു. സാർ, ഇത് ഞാനെന്ന് പറയുന്ന വ്യക്തി എന്നതിനേക്കാൾ ഉപരി ഒരു 1500 പേരടങ്ങുന്ന ടീമാണ് ലക്ഷ്യയുടെ പുറകിൽ. 700ഓളം പേരടങ്ങുന്ന അക്കാദമിക് എക്സ്പേർട്ടുകളുണ്ട്. വലിയൊരു ടീം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് എക്സ്പേർട്ടായ ആളുകളെ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ COO മുതൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് മുതൽ എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് നല്ല രീതിയിൽ സ്ഥാപനത്തിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു വലിയ ടീം വർക്കാണ്. അപ്പോൾ ഒരു പാൻ ഇന്ത്യ എക്സ്പാൻഷനും ഒരു GCC ആൻഡ് ആഫ്രിക്ക എക്സ്പാൻഷനുമാണ് വരുന്ന വർഷങ്ങളിൽ നമ്മുടെ ലക്ഷ്യം. എന്തായാലും സംസാരിക്കാൻ പറ്റിയ താങ്ക് യു. അപ്പോൾ താങ്കളെ നിർത്തിക്കൊണ്ട് ഞാൻ ഒരു ഇടവേള പറയാൻ പോകും. അപ്പോൾ സംസാരിച്ചത് ലക്ഷ്യയുടെ മാനേജിംഗ് ഡയറക്ടർ ഓർവെൽ ലയണലാണ്. അതുപോലെ അവിനാഷ് കുളൂരിനും നന്ദി.